ജയ് ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടക മാസത്തോട് അനുബന്ധിച്ച് നമ്മൾ രാമായണം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് രാവിലത്തെ സത്സംഗത്തിൽ ദശരഥ മഹാരാജാവ് വളരെയധികം ദുഃഖിതനാവുകയാണ് കൈകേയിയുടെ ആ നിബന്ധന കേട്ടപ്പോൾ. കാരണം ഇതിനു മുമ്പേ നമുക്ക് എല്ലാവർക്കും അറിയാം, ദശരഥ മഹാരാജാവിനെ ഒരു വലിയ ആപത്തിൽ നിന്നും കൈകേയി രക്ഷപ്പെടുത്തിയിരുന്നു. അതിന് പകരമായിട്ട് കൈകേയിക്ക് ദശരഥ മഹാരാജാവ് 2 വരദാനം കൊടുക്കുകയായിരുന്നു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഇപ്പം ഞാൻ ചോദിക്കുന്നില്ല, ഇനി മുന്നോട്ട് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പം ചോദിക്കാമെന്നായിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ ആ ഒരു പറച്ചിൽ കേട്ടുകൊണ്ട് കൈകേയിയുടെ മനസ്സ് മാറുകയാണ്. കൈകേയിയുടെ ഉള്ളിൽ രാമനെക്കുറിച്ചുള്ള പകയും വിദ്വേഷവും വർദ്ധിക്കുകയാണ്. പ്രധാനമായിട്ടും രാമനോടുള്ള പകയും വിദ്വേഷവും അല്ല, കൗസല്യാദേവിയോടുള്ള പകയും വിദ്വേഷമാണ് അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചോ. നമ്മളെപ്പോഴും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തു പറയുന്നു എന്നല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടി പറയുന്നു, ആര് പറയുന്നു, എന്തിനു വേണ്ടി പറയുന്നു. ആ ഒരു ഫിൽറ്ററിങ്ങിലൂടെ മാത്രമേ ആ ഒരു വാക്കുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത്രയും കാലം നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ, അതിനെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു വ്യത്യസ്ത തീരുമാനങ്ങളിലേക്ക് എടുക്കും. അത് നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അല്ലേ. പിന്നെ ശ്രീരാമസ്വാമി സാക്ഷാൽ ഭഗവാൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചും പറഞ്ഞു. ഭഗവാൻ എല്ലാം അറിയാം. അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാൻ. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ ആ ലീലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നടൻ എങ്ങനെയാണോ അതിവിദഗ്ധമായിട്ട് അഭിനയിക്കുന്നത്, ഏറ്റവും നല്ല നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയമാണെന്ന് നമുക്ക് തോന്നത്തില്ല അല്ലേ. കൺമുന്നിൽ ജീവിച്ച് കാണിക്കുന്നു അല്ലേ. അതേപോലെയാണ് ശ്രീരാമസ്വാമി. അതേപോലെയല്ല, അതിനും മേലെ സാക്ഷാത് ഭഗവാനാണല്ലോ. അന്നേരം ഭഗവാൻ ഒരു മകനായിട്ട്, ഒരു രാജകുമാരനായിട്ട്, അന്നേരം ഒരു അച്ഛനെ സ്നേഹിക്കുന്ന മകനായിട്ട്, അച്ഛന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു മകനായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ആ ഒരു ജീവിതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അച്ഛനായിരിക്കാം, മകനായിരിക്കാം, ഭാര്യ, ഭർത്താവ്, അമ്മ, മകൾ, പല പല കഥാപാത്രങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കാറില്ലല്ലോ. ജീവിതത്തിലും അഭിനയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ നമ്മളോടെങ്കിലും അഭിനയിക്കാതിരിക്കാം. നമ്മളോടും അഭിനയിക്കാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ പല പല കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കും. പുറമേ ഒരു സ്വഭാവം, ഉള്ളിൽ വേറൊരു സ്വഭാവം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ള ഒരുപാട് മൂല്യങ്ങളാണ് രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ഭാഗവതത്തിലൂടെയും നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ രാമായണത്തിലൂടെ നമ്മുടെ സ്വഭാവം ശുദ്ധമാകും എന്നാണ് പറയുന്നത്. അന്ധകരണം ശുദ്ധമാകും. എങ്ങനെ? കേട്ടതുകൊണ്ട് മാത്രമാണോ? തീർച്ചയായിട്ടും കേട്ടതുകൊണ്ട് മാത്രം. ഭഗവാനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് രാമനാമം ജപിക്കുന്നതിലൂടെ തന്നെ കാട്ടാളനായ ഒരു വ്യക്തിക്ക് രാമായണം എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ ഭക്തിപരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയും രാമായണം കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകും അല്ലേ. പക്ഷെ ആ മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എത്രത്തോളം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുന്നു അതിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നു, കേൾക്കുന്നു, പക്ഷെ വായിക്കുന്നുമില്ല, കേൾക്കുന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ വായിച്ചങ്ങ് പോവുകയാണ്. ഒന്ന്, എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് പറഞ്ഞാൽ പഴയ ലിപിയാണ്, കാവ്യരൂപത്തിലാണ്. എന്തായാലും നമ്മുടെ തല അത്രത്തോളം പുകയ്ക്കാറില്ല, മനസ്സത്രത്തോളം അതിനു വേണ്ടി ശ്രമിക്കാറില്ല ചിന്തിക്കാൻ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ. ഇനി കഥാരൂപത്തിൽ പോലും നമ്മൾ വായിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ആഴത്തിൽ. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്നു എന്ത് ചെയ്തേനെ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം ഒരു സിനിമയും സീരിയലും ഒക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അതെല്ലാം നമ്മൾ വളരെ സീരിയസ് ആയിട്ടിരിക്കും. ഹിസ്റ്ററി ബുക്സിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. പക്ഷെ രാമായണവും മഹാഭാരതവും നമ്മൾ അധികം സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അതിനെ ഒരു കഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കാനുള്ളത് ജീവിത മൂല്യങ്ങളെ ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെ പെരുമാറണം,
എന്ത് സംസാരിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലൂടെ പഠിക്കാൻ കഴിയും. അതിനെല്ലാം ഒരു വേദിയാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലെ ഈ ഒരു സത്സംഗത്തിലൂടെ. ഇത് ഞാൻ മാത്രം പറയുന്നുകൊണ്ടല്ല, നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിലൂടെ രാമായണത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ലോകത്തെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ തത്വചിന്തകന്മാർ പറയുന്നു ബി ദ ചേഞ്ച് ദാറ്റ് യു വോണ്ട് ടു സീ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഏത് മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങാനാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും വേണമെങ്കിൽ നമ്മൾ ഇതൊക്കെ കുറച്ചൊന്ന് പഠിച്ച് ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും അല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു വർക്കിലൂടെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു രൂപ കയ്യിൽ വരണമെങ്കിൽ നമുക്കതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിന് വേണ്ടുന്ന സ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാശ് കിട്ടൂ അല്ലേ. അതിനുവേണ്ടി എന്തുമാത്രം നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടാറുണ്ട്. അന്നേരം അത്രയൊക്കെ നമ്മൾ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളൊരു ഇൻഫ്ലുവൻഷ്യൽ ആകാനും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി നമ്മൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി നമ്മൾ കുറച്ച് പരിശ്രമിച്ചൂടെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അല്ലേ. അന്നേരം ഇതൊരിക്കലും ഒരു സ്വാമിമാരുടെ പുസ്തകമല്ല, സ്വാമിമാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ല. രാമായണം, മഹാഭാരതം ഇതൊക്കെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ അതിലോട്ടൊന്ന് ഇൻട്രസ്റ്റ് എടുക്കണം. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ മാത്തമാറ്റിക്സ് മിക്ക കുട്ടികൾക്കും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ്. കാരണം എന്താ, ആരും അതിലോട്ട് മെനക്കെടാറില്ല, തുറന്ന് നോക്കാറില്ല, അതിൻ്റെ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ സിസ്റ്റമാറ്റിക്കലി കുറച്ച് സമയം നമ്മൾ മാത്തമാറ്റിക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഏതൊരു കഠിന വിഷയവും നമ്മൾ അകന്ന് നിൽക്കുന്നതുകൊണ്ട് അത് ടഫായിട്ട് തോന്നും. അതിനു വേണ്ടി ഡെയിലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് തോന്നും. അതേപോലെ എന്ത് കാരണങ്ങളാൽ നമ്മളത് പഠിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തുകൊണ്ട് നമ്മളത് പഠിക്കണം എന്നതിൽ കൂടുതൽ ശ്രദ്ധ ഫോക്കസ് ചെയ്യുക. ഇനി പഠിക്കണോ പഠിക്കേണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങ് പഠിക്കുക. ഡെയിലി ഒരു ചേഞ്ച്. നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനോടൊപ്പം ഒരു രാമായണം പഠിക്കുക, അത് നല്ല കാര്യമല്ലേ. പക്ഷെ ഇന്നാരും അതിനുവേണ്ടി മെനക്കെടാറില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലെ ആ ഒരു എസെൻസിലോട്ട് കടക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ മാറ്റമില്ലാത്തത്. ഇനി പാരായണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർ പാരായണം എന്തോ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ ഔപചാരികപരമായിട്ട് എന്തോ ഒരു ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്ന പേരിൽ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് കുറേ അനുഗ്രഹം കിട്ടി രോഗം മാറാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനും അങ്ങനെയുള്ള രീതിയിലാണ് രാമായണം പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ എഫക്റ്റ് കിട്ടാത്തത്. പക്ഷേ രാമായണത്തിനെ വളരെ ഡീപ്പായിട്ട് പഠിച്ച് അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓരോ സാഹചര്യത്തെയും അളന്നു തൂക്കി പെരുമാറുകയാണെങ്കിൽ, ഓരോ സർക്കംസ്റ്റൻസസും ഓരോ വ്യക്തികളെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറേ ബെറ്ററാവും. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉള്ളിൽ ഒരു സമാധാനം കിട്ടും. ഇന്ന് എല്ലാവരും സമാധാനവും സന്തോഷവും അന്വേഷിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും, ഇത്രയും കാശ് എൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇത്രയും പേരുമായിട്ട് എനിക്ക് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ എനിക്കിത് കിട്ടും. അങ്ങനെ പലതും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് ഇത് ചെയ്താൽ അത് ചെയ്താൽ, മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ഇത് ചെയ്താൽ അത് ചെയ്താൽ എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടുന്നുമില്ല. പക്ഷെ സമാധാനവും സന്തോഷവും ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടാൻ പറ്റും. എങ്ങനെ? ആവശ്യമില്ലാത്ത ചിന്തകളെ അകറ്റുന്നു. നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ, ഒന്നുകിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഉയർന്ന മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. ആ ഉയർന്ന മൂല്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് രാമായണമൊക്കെ. അത് ചുമ്മാ എഴുത്തച്ഛൻ്റെ മലയാളം രാമായണം പാരായണം ചെയ്താൽ മാത്രം പോരാ, സംസ്കൃത ശ്ലോകങ്ങളിൽ മാത്രം ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ടും കാര്യമില്ല. വളരെ ഡീപ്പായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെ രാമായണത്തെ കാണും. സിനിമയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഫുൾ ലൈറ്റ് ഓഫ് ചെയ്ത് തിയേറ്ററിൽ ഇരുന്നിട്ട് ഫുൾ ഫോക്കസ് ചെയ്തിട്ട് വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതേപോലെ
രാമായണവും മഹാഭാരതവും പഠിക്കണം. കൺമുന്നിൽ ദൃശ്യമായിട്ട് നമ്മളത് കാണണം. അതിനുവേണ്ടി നമ്മളൊരു ആനിമേഷൻ ഉണ്ടാക്കി റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മൾ വായിക്കുന്നതിലൂടെ അത് ദൃശ്യം കാണാൻ ശ്രമിക്കണം. അന്നേരം അത്രത്തോളം, അതായത് പണ്ടൊക്കെ ആൾക്കാർ നോവലൊക്കെ വായിക്കുമ്പോൾ അത് കൺമുന്നിൽ നടക്കുന്നതായിട്ട് അവർ തോന്നും. കാരണം അത്രത്തോളം ഇൻ്റലിജൻസ് അവർക്കുണ്ടായിരുന്നു. ഇന്ന് കലിയുഗം പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വായിക്കുന്നതിലൂടെ വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള കഴിവില്ല. നമുക്ക് എല്ലാം ദൃശ്യത്തിലൂടെ വേണം, അത് വീഡിയോസിലൂടെ വേണം. ആ ഒരു അവസ്ഥയിൽ ഒരു പിക്ചർ പോലും പോരാ, നമുക്കൊരു വീഡിയോ തന്നെ വേണം, മൂവിങ് പിക്ചേഴ്സ് വേണം, എങ്കിലേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മുടെ മൈൻഡിന് ചിന്തിച്ചെടുക്കാൻ, സങ്കല്പിച്ചെടുക്കാനുള്ള കഴിവ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, രാമായണം അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വിഷ്വലൈസിങ് കപ്പാസിറ്റി ഇങ്ങനെ കൂടി നമുക്ക് നേരിട്ട് കൺമുന്നിൽ ഭഗവാനെ കാണാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ എന്തു പറ്റും? നമ്മുടെ ആ മനസ്സിൻ്റെ ത്വരകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, സംതൃപ്തി കിട്ടും. ആ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ പറ്റും. അന്നേരം മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഈ ടേസ്റ്റ് എന്ന് പറയുന്നത്? മനസ്സിന് ഹയർ ടേസ്റ്റ് കൊടുക്കണം. ഹയർ ടേസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ലോവർ ടേസ്റ്റിൻ്റെ പുറകെ പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ കണ്ണി കാണുന്ന തട്ടുകടയിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. അവിടെ ശുദ്ധി, അത് എല്ലാ തട്ടുകടയും അങ്ങനെ ആവുന്നില്ല, പക്ഷെ പറയുകയാണ്, വളരെ ശുചിത്വം ഇല്ലാത്ത, ഹൈജീനിക് അല്ലാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ടി വരും. അത് നമ്മുടെ ഹെൽത്തിനെ സ്പോയിൽ ചെയ്യും, കോൺഷ്യസ്നെസ്സിനെ സ്പോയിൽ ചെയ്യും. എന്നാലും നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും പുറത്തു പോയി ആ ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. അതേപോലെ നമ്മുടെ മനസ്സിന് നമ്മൾ നല്ല ഉയർന്ന ആസ്വാദനം കൊടുക്കുമ്പോൾ എന്തു പറ്റും? താഴ്ന്ന ആസ്വാദനത്തിൻ്റെ പുറകെ മനസ്സ് അന്വേഷിച്ചു പോകത്തില്ല. ഉയർന്ന ആസ്വാദനം നമ്മൾ കൊടുക്കുന്നുമില്ല, താഴ്ന്ന ആസ്വാദനത്തിലുള്ള ത്വര ശക്തമായിക്കൊണ്ടിരിക്കുന്നു. കാരണം സിനിമ നോക്കിയാലും സീരിയൽ നോക്കിയാലും എവിടെയും ഈ അധപ്പതിച്ച ആസ്വാദനത്തിനെയാണ് ബൊമ്പാഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് ചെവിയിലെ ശബ്ദത്തിലൂടെയും കാണുന്ന ദൃശ്യത്തിലൂടെയൊക്കെ അധപ്പതിച്ച ആസ്വാദനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ത്വരയെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉള്ളിലേക്ക് ഓരോ വിഷം കയറുന്നത്. അതുകൊണ്ട് എന്തു പറ്റും? ഒരു സൈഡിൽ കൂടെ ഉയർന്ന ആസ്വാദനം കിട്ടുന്നില്ല, എന്നിട്ട് മറ്റു സൈഡിൽ കൂടെ അധപ്പതിച്ച ആസ്വാദനത്തിലേക്ക് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ വലിച്ചുകൊണ്ടിരിക്കും ഇന്ദ്രിയങ്ങളൊക്കെ. അപ്പോൾ എന്തു പറ്റും? സമാധാനം നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? ഭയങ്കര വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. അന്നേരം പുരാണങ്ങളിലൊക്കെ സംസാര സാഗരം പറയുമ്പോൾ നമ്മൾ ഇതെന്തു സാഗരമാണ്? ഇതാണ് സംസാര സാഗരം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരവും കിട്ടുന്നില്ല, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മനസ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പം ചെയ്യുക? ഒരു സമാധാനമില്ല, സന്തോഷമില്ല. ഇനി ഇതെല്ലാം ഒതുക്കിപ്പിടിച്ച് നിയന്ത്രിച്ച് ആർക്കെങ്കിലും വേണ്ടി ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ കുടുംബക്കാർക്ക് വേണ്ടിയോ ജോലിക്കാർക്ക് വേണ്ടിയോ, ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് കമ്പനിക്ക് വേണ്ടിയോ സ്ഥാപനത്തിന് വേണ്ടിയോ സാമൂഹ്യ സേവനത്തിന് വേണ്ടി എന്ത് ചെയ്താലും ആർക്കും നമ്മളോട് ഒരു നന്ദി പോലും കാണത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കാം, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു? അപ്പോൾ പിന്നെ എന്ത് പറ്റും? നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ കുറേ സൈക്യാട്രിസ്റ്റിനെ കാണും. എന്നിട്ട് സൈക്യാട്രിസ്റ്റ് അവർ പിന്നെ കുറേ സെഷൻസ് എടുത്ത് ഇച്ചിരിയുള്ള, എല്ലാ സൈക്യാട്രിസ്റ്റും അങ്ങനെയാണെന്നല്ല, ഇത്രേ ഒരു പ്രശ്നമുള്ളൂ, അതിനെ വലുതാക്കി നമ്മളെ മുഴുവൻ മെൻ്റലാക്കി മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുള്ളൂ. അവസാനം പിന്നെ എന്തൊക്കെയോ ആയിക്കോട്ടെ. അതുകൊണ്ട് നമ്മൾ വളരെ ഇൻ്റലിജൻ്റ്ലി നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യണം. വി ഷുഡ് ബി വെരി കെയർഫുൾ. കാരണം നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടും നമുക്കൊരു സമാധാനം സന്തോഷം ഇല്ലെങ്കിൽ വൈ ദ ഹെൽ ആർ വി ഡൂയിങ് ഓൾ ദോസ് തിങ്സ്? എന്തിനു വേണ്ടിയാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ചർച്ച തുടരാം.
അതിന് മുമ്പായിട്ട് അതിമനോഹരമായിട്ടുള്ള രാമൻ്റെ ഒരു ഭജനം കേൾക്കാം അല്ലേ? ആ ഒരു ഭജൻ കേട്ടിട്ട് നമുക്ക് ചർച്ച തുടരാം. ദീനദയാലോ രാമ അല്ലേ? എന്താ ഒരു പാട്ടല്ലേ? ദീനദയാലോ രാമ ജയ സീതാവല്ലഭ രാമ, ദീനദയാലോ രാമ ജയ സീതാവല്ലഭ രാമ, जनपालक रघुपतिराघव, जनपालक रघुपतिराघव, कांधर धर पावन राम. എല്ലാവരും ടൈപ്പ് ചെയ്യൂ. ദീനദയാലു രാമ രാമ ജയ സീതാവല്ലഭ രാമ. ശിലയായി മാറും കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയായി മാറും. ഭവദുരിതങ്ങൾ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ദയാലു രാമ ജയ സീതാവല്ലഭ രാമ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യമാധി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ ശ്രീവാസവാനബി ദേവി ലീലായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭയ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിക ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗ വിരുദ പ്രസിദ്ധാന്തദാരി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തിയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായ ഗൗരാവിർഭാവ ഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജന പ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായകേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തി. കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീമദോന്ദി ഇഷ്ടാലഭി സേവ്യമാനസ്മരാമി. ശ്രീമദ്രാസരസാരംഭി വംശീപദത്തരസ്ഥിത കർഷൻ വേണുസ്വരൈർഗോപീർഗോപീനാഥശ്രീസ്തന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാദമാം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ പഠിച്ചത് ഭഗവാനെ ദശരഥ മഹാരാജാവ് വിളിക്കുകയാണ്. ഭഗവാൻ അറിഞ്ഞുകൂടാ, ഭഗവാൻ എല്ലാം അറിയാം, പക്ഷെ എന്നിട്ടും ആ ലീലയുടെ ഭാഗമായിട്ട് ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഭഗവാന് വിഷമമില്ല എന്ന് നമ്മൾ കരുതരുത്. ഭഗവാന് തീർച്ചയായിട്ടും വിഷമമുണ്ട്. അത് ഞാൻ ഇന്ന് രാവിലെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം നമ്മൾ രാമായണം കേൾക്കുമ്പോൾ ഭഗവാൻ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കരുത്. ഭഗവാനാണ്,
ശ്രീരാമസ്വാമി ഭഗവാനാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഭഗവാനെ ഒരു രാജകുമാരനായിട്ട് കാണും. സാധാരണ ഒരു രാജകുമാരൻ ഒരു വിഷമിക്കുന്നത് എങ്ങനെയായിരിക്കും അല്ലേ? നാളെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വനവാസത്തിന് പോകേണ്ടി വരുമ്പോൾ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ചു അല്ലേ? ഇത് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും അയോധ്യയിലേക്ക് പോകാം. രാമനോടൊത്ത് ദശരഥ മഹാരാജാവിനെ കാണാനായിട്ട് രാമൻ പ്രവേശിക്കുകയാണ് അന്തപുരിയിലേക്ക്. കൈകേയിയൊത്ത് ദശരഥ മഹാരാജാവ് ഇരിക്കുകയാണ്. അവിടെ എന്താ നടന്നത് നമുക്ക് നോക്കാം. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ താമസിക്കുന്ന മണിമാളികയിൽ നിന്നും ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ രാവിലെ ചർച്ച ചെയ്തിരുന്നു. എല്ലാ പ്രജകളും വളരെ സന്തോഷത്തിലായിരുന്നു, വളരെ ഉത്സാഹത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു രാമൻ്റെ പട്ടാഭിഷേകത്തിന് വേണ്ടി അല്ലേ? അതിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാ ജനങ്ങളെയും പുറത്ത് നിർത്തി ഭഗവാൻ ഒറ്റയ്ക്ക് അകത്തേക്ക് പോവുകയാണ്. ഭഗവാൻ അകത്തേക്ക് പോയപ്പോൾ ദശരഥ മഹാരാജാവ് അവിടെ സിംഹാസനത്തിൽ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. കൈകേയി ദേവി അടുത്തിരിക്കുകയാണ്. ശ്രീരാമസ്വാമി ദശരഥ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് വീണ്ടും കൈകേയിയുടെ മുമ്പിലും നമസ്കരിച്ചു. ഭഗവാൻ വളരെ ശാന്തനായിട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ദശരഥ മഹാരാജാവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ രാമന് മനസ്സിലായി ദശരഥ മഹാരാജാവ് എന്തോ ദുഃഖത്തിലാണ്. ഒരുപാട് വിഷാദ ഹൃദയനായിട്ട് കാണപ്പെട്ടു. കണ്ണീന്ന് തുടർച്ചയായിട്ട് കണ്ണീര് ഒഴുകുകയായിരുന്നു. ഉള്ളില് ഒരു തീ കത്തുന്ന പോലെ അനുഭവപ്പെടുമായിരുന്നു ദശരഥ മഹാരാജാവ്. വീണ്ടും വീണ്ടും അദ്ദേഹം ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുകയാണ്. ഗ്രഹണ സമയത്ത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അവസ്ഥ എങ്ങനെയായിരിക്കും അതേപോലെയായിരുന്നു. അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ, ഒരിക്കലും കള്ളം പറയാൻ പാടില്ല, പക്ഷെ ഒരു കള്ളം പറഞ്ഞൊരു ബ്രാഹ്മണന്റെ അവസ്ഥയിലായിരുന്നു ദശരഥ മഹാരാജാവ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്വന്തം പ്രിയപ്പെട്ട മകൻ മുന്നിൽ കണ്ടപ്പോൾ കൈകുപ്പി നിൽക്കുമ്പോൾ ദശരഥ മഹാരാജാവിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. രാമ 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 എന്ന് മാത്രം പറഞ്ഞു, പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ കണ്ടപ്പോൾ ഭഗവാൻ വലിയ വിഷമായി. രാമൻ്റെ ഉള്ളിൽ ഒരുപാട് ആശങ്ക വർദ്ധിച്ചു. അദ്ദേഹം ശ്രീരാമസ്വാമി എപ്പോഴും ദശരഥ മഹാരാജാവിനോട് ഒരു ദാസനെ പോലെയായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഭഗവാൻ ഒരുപാട് വിഷമായി. ഇത്രയും നല്ലൊരു ദിവസം, പട്ടാഭിഷേകം നടക്കുന്ന ഈ ദിവസം, എൻ്റെ അച്ഛൻ എന്താണ് ഇത്രയും ദുഃഖിതനായിട്ട് കാണപ്പെടുന്നത്? എന്നെ സ്വാഗതം ചെയ്യാത്ത എന്താ? എന്നോട് സ്നേഹത്തോട് സംസാരിക്കാത്ത എന്താ? എത്ര ക്രുദ്ധനായിട്ടിരുന്നാലും എത്ര ടെൻഷനിലിരുന്നാലും മകൻ വരുമ്പോൾ എഴുന്നേറ്റ് മകനെ അനുഗ്രഹിക്കാനായിട്ട് ദശരഥ മഹാരാജ മുന്നോട്ട് വരുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടും എന്താണ് അച്ഛൻ അവിടെ സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നത്? താഴോട്ട് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? അപ്പോൾ ശ്രീരാമസ്വാമി നേരെ കൈകേയിയുടെ അടുത്തെത്തി. കൈകേയി കുറച്ച് ദൂരത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ശ്രീരാമസ്വാമി കൈകേയി ദേവിയോട് ചോദിച്ചു, ദേവി, അമ്മ എന്നോട് പറയൂ, എന്താണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അദ്ദേഹം എപ്പോഴും എന്നോട് വളരെ സ്നേഹത്തോടെ അല്ലേ സംസാരിക്കുന്നത്? ഇന്ന് എന്തുകൊണ്ട് അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്യുന്നില്ല? ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ ആരെങ്കിലും ബഹുമാനിക്കുന്നതിൽ തെറ്റ് കാണിച്ചോ? കൈകേയി ഒന്നും മിണ്ടിയില്ല. രാമൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛന് രോഗമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതോ മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, ഒരു വ്യക്തി എപ്പോഴും സുഖത്തിൽ കഴിയാൻ കഴിയില്ല. പക്ഷേ അതിന് കാരണം ഞാനാണോ? എൻ്റെ രാജാവിനെ, എൻ്റെ അച്ഛനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചോ? ഞാൻ എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറിയതുകൊണ്ടാണ്
അദ്ദേഹത്തിന് ഇങ്ങനെ ദേഷ്യം വന്നതെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കടപ്പാട് അച്ഛനോടുണ്ട്. പക്ഷെ കൈകയുടെ മുഖത്ത് ഒരു പ്രത്യേകതരം ഭാവമായിരുന്നു, ഒരു പുച്ഛത്തോടു കൂടി. ഇതൊക്കെ കേട്ടിട്ട് ഒരു പുച്ഛഭാവമായിരുന്നു. അപ്പോൾ രാമന് മനസ്സിലായി കൈകയും അച്ഛനായ ദശരഥ മഹാരാജുമായിട്ട് എന്തോ ഒരു പ്രശ്നമായിരുന്നു. എന്നിട്ട് രാമൻ പറഞ്ഞു, ചിലപ്പോൾ ദേവി അവിടുത്തെ വാക്കുകൾ കൊണ്ടായിരിക്കും അച്ഛന് ദുഃഖം വന്നിരിക്കുന്നത്. ക്രോധത്താൽ എന്തെങ്കിലും അവിടുന്ന് പറഞ്ഞോ? എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. ഞാൻ വളരെയധികം ദുഃഖിതനാണ്, ആശങ്കാകുലനാണ്. അങ്ങ് എൻ്റെ സംശയത്തെ ദൂരീകരിക്കണോ? ഇങ്ങനെയുള്ള വാക്കുകൾ ഭഗവാനിൽ നിന്ന് കേട്ടപ്പോൾ കൈകി ഇതിനോടടക്കം തന്നെ വളരെയധികം ക്രൂര ഹൃദയമായിട്ട് മാറിയിരിക്കുകയാണ്. ആരോടും ഒരു ഭാവമൊന്നുമില്ല. അതുകൊണ്ട് സ്വാർത്ഥ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ, ഒന്ന് ചിന്തിക്കുക പോലും ഇല്ലാതെ കൈകി ഇങ്ങനെ പറയുകയായിരുന്നു. ദശരഥ മഹാരാജാവ് ക്രുദ്ധനുമല്ല, ദുഃഖിതനുമല്ല രാമ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. നിന്നെ വേദനിപ്പിക്കുമെന്നുള്ള ഭയത്താൽ അദ്ദേഹം അത് പറയാത്തതാണ്. കാരണം നിനക്കൊരു വാക്ക് നൽകിയില്ലേ, ആ വാക്കിനി മാറ്റേണ്ടി വരികയാണല്ലോ, അതിൻ്റെ ദുഃഖത്തിലാണ്. സത്യം പറഞ്ഞിട്ട് ആ സത്യം ലംഘിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് അതിലൂടെ നഷ്ടപ്പെടുന്ന ആ പുണ്യത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ദുഃഖിതനായിട്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ആ പുണ്യമൊക്കെ ത്യജിക്കാനും അദ്ദേഹം തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിനാൽ എന്നോട് ക്രുദ്ധനായിട്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ടും രാമനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കൈകേയി പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ആഗ്രഹത്തെ നീ പൂർത്തീകരിക്കുകയാണെങ്കിൽ അത് നിനക്ക് നന്മയുണ്ടാകുന്നതാണെങ്കിലും അല്ലെങ്കിലും നീ അതിന് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് എനിക്ക് നൽകിയ വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം ഒരിക്കലും നിന്നോടത് പറയത്തില്ല. ഇങ്ങനെ വളരെ ക്രൂര ഹൃദയമായിട്ട് കൈകേയി സംസാരിക്കുന്നത് രാമനൊട്ടും സഹിക്കാൻ പറ്റില്ല. ദശരഥ മഹാരാജാവ് കേൾക്കെ തന്നെ പറഞ്ഞു, എനിക്ക് വലിയ വിഷമം തോന്നുന്നു അങ്ങ് എനിക്ക് എൻ്റെ അച്ഛനോടുള്ള ആത്മാർത്ഥതയെ അങ്ങ് ചോദ്യം ചെയ്യുന്നതിൽ. ഇതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല അമ്മേ. എൻ്റെ അച്ഛന് വേണ്ടി തീയിൽ ചാടാനും ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഏറ്റവും കൊടും വിഷത്തെ പോലും കുടിക്കാൻ തയ്യാറാണ്. സമുദ്രത്തിൻ്റെ ഏറ്റവും അടിവാരത്തിലേക്ക് ചാടാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ പറയൂ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ പറയൂ, എന്താണ് അവിടുത്തെ മനസ്സിൽ, അത് പറയൂ. ഒരു സംശയമില്ലാതെ ആ രാജാവിൻ്റെ, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തെ ഞാൻ പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇത് രാമൻ്റെ വാക്കാണ്, ഇതൊരിക്കലും ഞാൻ തെറ്റിക്കത്തില്ലെന്നു. ദശരഥ മഹാരാജാവ് മിണ്ടാതിരിക്കുന്നു കണ്ടു. രാമനാണെങ്കിൽ കൈകേയി പറയുന്ന ആ കാര്യത്തെ നിറവേറ്റാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൈകേയി ഉള്ളിൽ സന്തോഷിച്ചു. ഞാൻ വിചാരിച്ചോടെ കാര്യങ്ങൾ നടക്കുമല്ലോ. ഒട്ടും ദയാദാക്ഷിണ്യം ഇല്ലാതെ കൈകേയിയുടെ ഉള്ളിൽ ആ ക്രൂര ആഗ്രഹത്തെ അവിടെ പ്രകടമാക്കി. രാമ, നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഞാൻ ഒരിക്കൽ നിന്റെ അച്ഛൻ്റെ പ്രാണൻ രക്ഷിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ വാക്ക് നൽകിയിരുന്നു. എന്നാൽ ആ വരങ്ങളെ ഞാൻ ഇന്ന് ചോദിച്ചു നിന്റെ അച്ഛനോട്. ഞാൻ എൻ്റെ മകനായ ഭരതനെ യുവരാജാവാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ നീ 14 വർഷത്തേക്ക് വനത്തിലും പോകണം. അതുകൊണ്ട് നീ ഇപ്പോൾ പറഞ്ഞ വാക്ക് നീ പാലിക്കണം. നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം. ഇപ്പോൾ നിന്റെ അച്ഛൻ ആ ഒരു ദുഃഖത്തിലാണ്. എന്നാൽ ഈ വരം ഞാൻ ചോദിച്ചപ്പോൾ നിന്നോടുള്ള സ്നേഹം കാരണം നിന്റെ അച്ഛന് അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ദുഃഖത്തിലാണ്. അന്നേരം അദ്ദേഹം ഇവിടെ ഉള്ളിടത്തോളം കാലം നീ 14 വർഷം വനവാസത്തിൽ കഴിയുക. മുടിയൊക്കെ ജടയാക്കി മരൗരിയും ധരിച്ചുകൊണ്ട്. ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് കൂടുതൽ ദുഃഖമായി. പക്ഷെ ശ്രീരാമസ്വാമി
ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് കൈകേയി തുടരുകയാണ്. നിന്നോടുള്ള സ്നേഹം കാരണം നിന്റെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല നിന്റെ അച്ഛന്. അതുകൊണ്ട് രാമ, നീ നമ്മുടെ ഈ കുലത്തിൻ്റെ ഒരു ആഭരണമാണ്. അതുകൊണ്ട് നീയെങ്കിലും നിന്റെ അച്ഛനെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂ. ഇത്രയും ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടും രാമൻ ഒരു ദുഃഖം പോലും പ്രകടിപ്പിച്ചില്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം, രാമന് ദുഃഖം ഇല്ല എന്നല്ല കേട്ടോ, ഉള്ളിൽ നന്നായിട്ട് ദുഃഖിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ അഭിനയിക്കുകയല്ല, ഭഗവാൻ അനുഭവിക്കുകയാണ്. അന്നേരം ഭഗവാന്റെ ആ അനുഭവം നമ്മൾ സാധാരണ വ്യക്തികൾ എന്തുമാത്രം ദുഃഖിക്കുന്നു അതിനെക്കാട്ടി ഒരുപാട് രാമൻ ദുഃഖിച്ചിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് ആരോടും ആത്മാർത്ഥതയില്ല. നമ്മൾ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമ്മുടെ സ്വാർത്ഥതയുണ്ട്. പക്ഷെ രാമൻ അങ്ങനെയല്ല. ഒന്ന് ഭഗവാനാണ്, അതുകൊണ്ട് ആത്മാർത്ഥത കൂടുതലാണ്, അതുകൊണ്ട് വേദനയും കൂടുതലാണ്. അപ്പൊ ഇവിടെ പക്ഷെ ശ്രീരാമസ്വാമി പുറത്ത് ഒരു ദുഃഖവും പ്രകടിപ്പിച്ചില്ല. ദശരഥ മഹാരാജാവാണെങ്കിൽ കൂടുതൽ ദുഃഖിതനായി. കാരണം രാമനോട് ഇത് പറഞ്ഞാൽ രാമൻ എന്ത് ചെയ്യുമെന്ന് അറിയാലോ. ഒട്ടും തിരിഞ്ഞു നോക്കാതെ ഒറ്റ പോക്ക് പോകും. അതുകൊണ്ട് രാമനിൽ നിന്ന് പിരിയുന്നു എന്ന് ഓർത്തപ്പം തന്നെ ദശരഥ മഹാരാജാവിന് കൂടുതൽ ദുഃഖമായി. അദ്ദേഹം ഒന്നും മിണ്ടാതെ രാമന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാമൻ കൈകേയി ദേവിയെടുത്ത് പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ, എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കാനായിട്ട് ഞാൻ ഒരു തപസ്വിയായിട്ട് വനത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണ്. ഇതിനെക്കുറിച്ച് അങ്ങ് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല മഹാറാണി. എന്നാലും നേരത്തെ പോലെ എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചൂടാ? അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ ഒരിക്കലും നിരസിക്കത്തില്ല. എന്നിട്ട് രാമൻ അച്ഛനെ നോക്കി. അപ്പോഴും ദശരഥ മഹാരാജാവിന് മുഖത്ത് നോക്കാൻ ധൈര്യം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ കുനിച്ചു വെച്ചു, മെല്ലെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് രാമൻ കൈയെടുത്ത് പറഞ്ഞു, കൈകേയി ദേവി, അവിടുത്തെ ആജ്ഞയാൽ ഞാൻ സന്തോഷത്തോടു കൂടി ഭരതന് വേണ്ടി ഈ രാജ്യം പരിത്യജിക്കാൻ തയ്യാറാണ്. അതുകൂടാതെ എൻ്റെ സ്വന്തം സ്വത്തുവകൾ അതെല്ലാം പരിത്യജിക്കുകയാണ്. എൻ്റെ സീതയും എന്നെപ്പോലും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അന്നേരം എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ തയ്യാറാവും? അദ്ദേഹം ചക്രവർത്തിയാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛനെ സാന്ത്വനപ്പെടുത്തൂ. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഒരു വിഷമവും ദുഃഖവും ഇല്ലാതെ ഞാൻ ഇപ്പം തന്നെ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഭരതനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ദൂതന്മാരെ അയക്കൂ. എൻ്റെ അച്ഛൻ്റെ ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യാതെ ഉടൻ തന്നെ, മറുത്തൊന്നും പറയാതെ ഇപ്പോൾ തന്നെ ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ കൈകേയി ഉള്ളിൽ സന്തോഷിച്ചു. ഉള്ളിൽ രാമൻ ഉടൻ തന്നെ ഇറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ ദുഷ്ടയായ കൈകേയി പറയുകയാണ്, അങ്ങനെ ആകട്ടെ രാമ, ദൂതന്മാരെ എത്രയും പെട്ടെന്ന് ഭരതനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കാം. നീ ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കരുത്. ഭരതൻ ഇവിടെ വരുന്നതിന് മുമ്പേ നീ ഇവിടെ നിന്ന് പോകണം. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലോ. അതുകൊണ്ട് നീ എന്തായാലും പോവുകയല്ലേ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. നിന്റെ അച്ഛൻ ശാന്തനായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. കാരണം അദ്ദേഹത്തിന് നാണക്കേട് തോന്നുവാണ്, നിന്നോട് ഇതെങ്ങനെ പറയാനാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള എല്ലാ വേദനയും മാറ്റി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിത്തരിക. നീ ഇവിടുന്ന് പോകുന്നത് വരെ അച്ഛന് ഭക്ഷണം കഴിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ തോന്നത്തില്ല. ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജ് ബോധം കിട്ടും. അദ്ദേഹം പറയുകയാണ്, ഈ ഒരു ദുഃഖം സഹിക്കാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്. അപ്പോഴേക്കും ശ്രീരാമസ്വാമി
വളരെ തണുത്ത ഭഗവാന്റെ കൈ ദശരഥ മഹാരാജാവിൻ്റെ നെറ്റിയിൽ വെച്ച് തടവുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൈ പറയും, ഹേയ്, നീ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കിയല്ലോ, എത്രയും പെട്ടെന്ന് നീ പോവും. അപ്പോൾ ഭഗവാന് ഉള്ളിൽ നല്ല വിഷമം. എന്നിട്ട് പറഞ്ഞ, എനിക്ക് ഭൗതിക സുഖഭോഗങ്ങളിലൊന്നും താല്പര്യമില്ല അമ്മേ. ഋഷിമാരെ പോലെ ഞാൻ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛന് വേണ്ടി എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്യും, എൻ്റെ പ്രാണൻ പോലും തിരിച്ച്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്പ്രവൃത്തി അച്ഛന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. അതുകൂടാതെ എൻ്റെ അമ്മയുടെ സേവനം ചെയ്യുക എന്നതും ഏറ്റവും വലിയ കർത്തവ്യമാണ്. ദേവിക്ക് എന്നിൽ നല്ല ഗുണങ്ങളൊന്നും കാണുന്നില്ല, കൈകേയി ദേവി. അതുകൊണ്ട് ഇത്രയും ചെറിയൊരു കാര്യം എൻ്റെ അച്ഛനെ ഇത്രയും ദുഃഖിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ദേവിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ അപ്പം തന്നെ അത് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വാനത്തിൽ പോയി 14 വർഷം വരെ വനവാസത്തിന് തയ്യാറായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനെ എന്തിനാണ് ഇത്രയും വിഷമിപ്പിച്ചത്? എനിക്ക് കുറച്ച് സമയം അനുവദിക്കണം മറ്റമ്മമാരുമായിട്ട് സംസാരിക്കാനും പിന്നെ സീതയെ ഒന്ന് സമാധാനിപ്പിക്കാനും. എന്നിട്ട് ഭരതൻ എല്ലാം ഭരണമൊക്കെ ഭരണം നന്നായിട്ട് നടത്തുമെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിലാക്കിയിട്ട്, കാരണം അതെൻ്റെ ധർമ്മമാണല്ലോ, അതിനുശേഷം ഞാൻ ഉടനെ തന്നെ പോകാം. ഹരേ കൃഷ്ണ. ദശരഥ മഹാരാജാവിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ദശരഥ മഹാരാജാവ് നിലവിളിച്ച് കരയാൻ തുടങ്ങി. രാമൻ ദശരഥ മഹാരാജന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. വീണ്ടും കൈകേയിയുടെ ക്രൂരഹൃദയായ കൈകേയിയുടെ മുമ്പിൽ നമസ്കരിച്ചു. രാമൻ്റെ ഉള്ളിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും പ്രകടിപ്പിച്ചില്ല, ഒട്ടും പുറത്ത് കാണിച്ചില്ല. കൈകൂപ്പി അച്ഛനെ പ്രദക്ഷിണം ചെയ്തു, കൈകേയിക്ക് പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് രാമൻ അവിടുന്ന് പോയി. എന്നിട്ട് നേരെ കൗസല്യയുടെ മുറിയിലേക്ക് പോയി. രാമനിൽ നിന്ന് കാര്യങ്ങളൊക്കെ കേട്ടു ലക്ഷ്മണൻ. ലക്ഷ്മണന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകയാണ്. ആ പട്ടാഭിഷേകം നടക്കേണ്ട ആ മുറിയിലേക്ക് എത്തി. രാമൻ സിംഹാസനത്തിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് തൊട്ട് വണങ്ങി. പക്ഷെ നോക്കാൻ പോലും തയ്യാറില്ല. അങ്ങോട്ട് കണ്ണുയർത്തി ഒന്ന് നോക്കിയത് പോലുമില്ല. ഇവിടെ പറയുന്നു, ഒരു യോഗി എങ്ങനെയാണോ സ്വന്തം ദ്വന്ദ്ങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്, അതേപോലെ രാമൻ്റെ ഉള്ളിൽ ആ സിംഹാസനം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദുഃഖവും കാണുന്നില്ല. രാമൻ വന്നത് ഒരു വെള്ള കുടയായിട്ടായിരുന്നു. ഒരു ചക്രവർത്തിമാർ ഇങ്ങനെ ഒരു ചക്രവർത്തിമാരുടെ തലയ്ക്ക് മേൽ പിടിക്കുന്ന ഒരു വെള്ളക്കുടയുണ്ടായിരുന്നു. രാമൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ചാമരം ഭീഷണി അവരോടും വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഉള്ളിൽ കൊണ്ട് രാമൻ വനവാസത്തിന് തയ്യാറായി. രാമൻ മന്ത്രിമാരെയും രഥത്തെയൊക്കെ പറഞ്ഞയച്ചു. നിമിഷങ്ങൾക്കകം രാമൻ വനവാസത്തിന് പോകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. ജനങ്ങൾക്ക് വലിയ ഷോക്കായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭഗവാൻ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ട് രാമന് ഈ ദുഃഖത്തെ മറികടക്കാൻ കഴിഞ്ഞു. വളരെ ശാന്തനായിട്ട് തന്നെ രാമനെ കാണപ്പെട്ടു. എന്നിട്ട് നേരെ കൗസല്യാദേവിയുടെ ആ ഒരു അന്തപുരിയിലേക്ക് എത്തുകയാണ്. തൊട്ടടുത്ത് ലക്ഷ്മണനുമുണ്ട്. രാമൻ വളരെ ശാന്തനായിട്ടിരിക്കുന്നതുകൊണ്ട് ലക്ഷ്മണസ്വാമിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണസ്വാമിയുടെ ഉള്ളിൽ വലിയ ഏത് നിമിഷവും പൊട്ടുന്ന ഒരു ബോംബ് പോലെ ഇരിക്കുകയാണ് ലക്ഷ്മണസ്വാമിയുടെ ഹൃദയം. എന്നിട്ട് എന്താ പറയുന്നത്, രാമൻ ചെറുതായിട്ട് പുഞ്ചിരിച്ചു. കാരണം രാമൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു, പ്രാണനെക്കാട്ടിയും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് രാമനൊന്ന് കരഞ്ഞ പിന്നെ എല്ലാവരും കരയും. അവിടെ പിന്നെ എന്തായിരിക്കും നടക്കുന്നതെന്ന് ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് രാമൻ എങ്ങനെയൊക്കെയോ നിയന്ത്രിക്കുകയാണ്. കൗസല്യാദേവിയുടെ അന്തപുരിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉള്ളിലുള്ള സ്ത്രീകളെല്ലാം ഉറക്കെ കരയുന്നതായിട്ട് കേട്ടു.
സ്ത്രീകളെല്ലാം പറയുകയാണ്, ദാ വരുന്നു രാമൻ. സ്വന്തം അമ്മയെ എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ നമ്മളെ എല്ലാവരും സ്നേഹിച്ചു. ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് രാമൻ നമ്മളെ പിരിഞ്ഞ് വനത്തിലേക്ക് പോവുകയാണ്. ആ മൂഢനായിട്ടുള്ള രാജാവ് ആരെയും ദ്രോഹിക്കാതെ ഈ രാമനോട് ഇത്രയും ക്രൂരത എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഇതെല്ലാം കേട്ടിട്ട് ദശരഥ മഹാരാജ് കൂടുതൽ നാണക്കേട് തോന്നുന്നു. അദ്ദേഹം കൂടുതൽ തലകുനിച്ചിരിക്കുകയാണ്. രാമൻ കൗസല്യാദേവിയുടെ മുറിയിലേക്ക് പോയി. വളരെ ശാന്തനായിട്ടിരിക്കുകയാണ് രാമൻ. എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചിട്ടിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാം ഇത്രയും ദുഃഖിച്ചിരിക്കുന്ന കണ്ടിട്ട് രാമന് നന്നായി വിഷമിച്ചു. അങ്ങനെ കൗസല്യാദേവിയുടെ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വാതിൽക്കൽ ദ്വാരപാലകർ ചിലവർ നിൽക്കുന്നതായിട്ടും കണ്ട ഉടനെ തന്നെ അവർ ചാടി എഴുന്നേറ്റു. എന്നിട്ട് എല്ലാവരും അനുഗ്രഹാശസ്സുകൾ പറഞ്ഞു. നടുക്കോട്ടെത്തിയപ്പോൾ ബ്രാഹ്മണരെല്ലാം വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അവരുടെ മുമ്പിലെല്ലാം തലകുനിച്ചു രാമൻ. എന്നിട്ട് രാമൻ അന്തപുരിയിലേക്ക് എത്തി കൗസല്യാദേവിയുടെ മുറിയിലേക്ക് എത്തുകയാണ്. രാത്രിയോളം കൗസല്യാദേവി ഉറങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകനു വേണ്ടി, മകന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കൗസല്യാദേവി ദശരഥ മഹാരാജാവും കൈകേയിയുടെ ഇടയിൽ നടന്ന സംവാദമൊന്നും അറിഞ്ഞിട്ടില്ല. ശ്രീരാമസ്വാമി ചെന്ന് നോക്കിയപ്പോൾ ഒരു ഹോമകുണ്ഡത്തിൻ്റെ അടുത്തിരിക്കുകയാണ് കൗസല്യാദേവി. ബ്രാഹ്മണരെല്ലാം ഭഗവാൻ വിഷ്ണുവിന് വേണ്ടി ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെളുത്ത പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു. ഉപവാസത്തിലിരിക്കുകയാണ്, ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അതീവ സുന്ദരിയായിട്ട് കാണപ്പെട്ടു കൗസല്യാദേവി. രാമൻ കാൽക്കൽ വീണിങ്ങനെ നമസ്കരിന്ന് കണ്ടപ്പോൾ ദേവി എഴുന്നേറ്റു. എന്നിട്ട് രാമനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ എല്ലാ ആയുസ്സും നിനക്ക് കിട്ടട്ടെ രാമ. നീ ഇനിയും കീർത്തിമാനും യശസ്വിയായിട്ട് മാറട്ടെ. ഇതിനു മുമ്പെയുള്ള രാജഋഷിമാരെ പോലെ നീയും കീർത്തിമാനാവട്ടെ. എൻ്റെ കൂട്ടത്തിലിരുന്ന് പ്രാതഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് നീ അച്ഛനെ കാണാൻ പോകും. എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിന്റെ അച്ഛനെ കാണാൻ. ഇന്ന് നീ യുവരാജാവാൻ പോവുകയാണ്. കൗസല്യാദേവി രാമന് അതിമനോഹരമായിട്ടുള്ള ഒരു ആസനം നൽകിയിരിക്കാനായിട്ട്. രാമൻ അതിനെ ഒന്ന് തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ അറിഞ്ഞില്ലേ, ഒരു വലിയൊരു ആപത്ത് വന്നിരിക്കുകയാണ്. ഞാനിപ്പം പറയുന്ന ആ കാര്യം കേട്ടിട്ട് അമ്മയ്ക്ക് ഒരുപാട് വിഷമാവും. എൻ്റെ പ്രിയപ്പെട്ട സീതയ്ക്ക് ഒരുപാട് വിഷമാവും. ഞാൻ വനത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഇത്രയും നല്ലൊരു ആസനത്തിൽ ഇരിക്കേണ്ട ആവശ്യം എന്താണ്? ഇനി കുശപ്പുല്ല് കൊണ്ടുള്ള ഒരു ആസനത്തിലാണ് ഞാൻ ഇരിക്കേണ്ടത്. ഞാൻ എൻ്റെ അച്ഛനൊരു വാക്ക് കൊടുത്തു, ഞാൻ ഒറ്റയ്ക്ക് വനത്തിൽ കഴിയുമെന്ന്, ഫലമൂലാദികൾ മാത്രം കഴിച്ചുകൊണ്ട്. അപ്പോൾ ഈ രാജകീയ ഭക്ഷണമൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അമ്മേ. ചക്രവർത്തി ഭരതനെ യുവരാജാവാക്കും. ഞാൻ വനത്തിൽ പോവുകയാണ് 14 വർഷത്തേക്ക്. കൗസല്യാദേവി ബോധം കെട്ട് വീണു. ഒരു മരം വീഴുന്നത് പോലെ ദേവി വീഴുകയാണ്. ദേവിയുടെ മനസ്സ് എല്ലാ താളവും തെറ്റി. രാമൻ പെട്ടെന്ന് ദേവിയെ പിടിച്ചു. എന്നിട്ട് മോഹമൊക്കെ തടവി. എങ്ങനെയൊക്കെയോ കൗസല്യാദേവിക്ക് സുബോധം തിരിച്ചു കിട്ടി. ദുഃഖത്താൽ കൗസല്യ രാമനെ നോക്കി. രാമൻ അപ്പോഴും സ്വന്തം ദുഃഖം, അകത്ത് രാമൻ്റെ ഉള്ളിൽ വലിയ സ്ഫോടനം നടന്നിരിക്കുകയാണ്. പക്ഷേ പുകയൊന്നും ആരും കാണുന്നില്ല. ഒരു തരത്ത് എന്തുമായിരിക്കും ഭഗവാന്റെ ആ നിയന്ത്രണം. അതാണ് ജിതേന്ദ്രിയൻ എന്ന് പറയുന്നത്. ഭഗവാനെ ആ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചു കഴിഞ്ഞു ഭഗവാൻ. ഇന്ദ്രിയങ്ങളെ ഇത്രയും നിയന്ത്രിച്ച് വേറൊരു മനുഷ്യൻ കാണത്തില്ല.
ഭഗവാനാണ്, പക്ഷെ എന്നാലും മനുഷ്യാവതാരം എടുത്തു വന്നിരിക്കുകയാണ്. അതിന് ഇത്രയും ഒരു ദുഃഖം ഉള്ളിൽ നടന്നിട്ടും ഭഗവാൻ പുറത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ലല്ലോ. അന്നേരം ദേവി ഇങ്ങനെ നോക്കുകയാണ്, എന്താ രാമനൊന്നും കരയാത്തത്, രാമന്റെ മുഖത്ത് എന്താ ഒരു ദുഃഖം കാണാത്തത്, രാമൻ എങ്ങനെ ഈ ദുഃഖത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ദേവി ഇങ്ങനെ ചിന്തിക്കുകയാണ്, രാമൻ ഒരിക്കലും തെറ്റ് ചെയ്തില്ലല്ലോ, ഒരിക്കലും അസത്യം പറയത്തില്ലല്ലോ. എന്നിട്ട് ഈ വാക്ക് കേട്ടപ്പോൾ ദേവിയുടെ ഹൃദയത്തിൽ ആരോ വലിയൊരു വാള് വെച്ച് കുത്തി കയറ്റുന്ന പോലെ തോന്നി. രാമന്റെ കൈ മുറുകെ പിടിച്ചിട്ട് തൊണ്ടയിടറി പറഞ്ഞു, എത്രയോ വർഷങ്ങൾ സന്താനമില്ലാത്തതിൻ്റെ ഒരു ദുഃഖത്തിലായിരുന്നു എൻ്റെ പ്രിയ മകനെ. മക്കളില്ലാത്തൊരു ദുഃഖം വലിയൊരു ദുഃഖമാണ്. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ രാഘവ, എനിക്കൊരു മകനെ മാത്രം കിട്ടിയാൽ മതി. നീ ജനിച്ചതിലൂടെ എൻ്റെ എല്ലാ ദുഃഖവും തീർന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ദുഃഖത്തെക്കാട്ടി വലിയൊരു ദുഃഖമല്ലേ രാമ വരുന്നത്. കാരണം രാമനിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ കൗസല്യാദേവി കഴിയില്ല. രാമനെ മുറുകെ കെട്ടിപ്പിടിച്ചു, ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയം 2 തുണ്ടാവും മോനെ. അതുകൂടാതെ മറ്റു വ്യക്തികളിൽ നിന്നുള്ള ക്രൂര വാക്കുകളും കേൾക്കുമ്പോൾ എന്തുമാത്രം വേദന എനിക്ക് അനുഭവപ്പെടും. നീ എൻ്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ പോലും എനിക്ക് ഒരുപാട് ദുഃഖം അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം നീ ഇല്ലാതെയാകുമ്പോൾ എനിക്ക് എത്രമാത്രം ദുഃഖമായിരിക്കും. അതായത് കൗസല്യാദേവി ഉദ്ദേശിച്ചത്, കൗസല്യാദേവിക്ക് മനസ്സിലായി കൈകേയി എന്തൊക്കെയോ പറഞ്ഞ് ദശരഥ മഹാരാജാവിനെ മനസ്സ് മാറ്റിയതാണെന്ന് മനസ്സിലായി. എന്നാൽ അത് തന്നെയാണ് കൗസല്യാദേവി ഉദ്ദേശിച്ചത്. അതായത് നീ ഉള്ളപ്പോൾ തന്നെ കൈകേയി എന്നെ കളിയാക്കാനും അപമാനിക്കാനും ഉള്ള ഒരു അവസരങ്ങളും പാഴാക്കി കളയാറില്ല. കൗസല്യാദേവി വിചാരിക്കുകയാണ്, മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് കൈകേയിക്ക് വേണ്ടി എപ്പോഴും എന്നെ അവഗണിച്ചിട്ടേ ഉള്ളൂ. ഇനി ഭരതനെ സിംഹാസനത്തിലിരുത്തി കഴിഞ്ഞാൽ കൗസല്യാദേവി എന്നേക്കുമായിട്ടും അവഗണിക്കും. 27 വർഷമായിട്ട് രാമൻ ഒരു യുവാവാകുന്നത് വരെ സന്തോഷത്തോടുകൂടി കാത്തിരുന്നു ദേവി. ഈ ഒരു നിമിഷത്തിന് വേണ്ടി, രാമൻ സിംഹാസനത്തിലിരിക്കുന്ന കാണാൻ വേണ്ടി കൗസല്യാദേവി കൊതിച്ചിരിക്കുകയാണ്. വീണ്ടും കൈകേയിയുടെ ആ പരിഹാസ വാക്കുകൾ എങ്ങനെ സഹിക്കാനാണ്? രാമൻ മാത്രമാണ് എനിക്ക് ഒരേ ഒരു ആശ്വാസം. ആ രാമനാണെങ്കിൽ ഇപ്പം പോവുകയാണ്. ദേവി ചിന്തിക്കുന്നു, ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം വെറുതെ ആയല്ലോ. എൻ്റെ ഉപവാസങ്ങളും ധ്യാനവും ജപവും എല്ലാം വെറുതെ ആയല്ലോ. ഇത്രയും ആത്മനിയന്ത്രണവും മനോനിയന്ത്രണവും പാലിച്ചുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടി? എൻ്റെ മകൻ രാജാവാകുന്നതിന് പകരം ഇപ്പോൾ വനവാസത്തിന് വേണ്ടി പോവുകയാണ്. എന്നിട്ട് ദേവി പറയുകയാണ്, എൻ്റെ ഹൃദയം ഇരുമ്പ് പോലെയാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് അത് എപ്പോഴേ തകരേണ്ടതായിരുന്നു. മരണം ഒരിക്കലും ആഗ്രഹിക്കുന്ന സമയത്ത് വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ യമപുരിയിലേക്ക് പോകേണ്ടതായിരുന്നു ഈ നിമിഷം തന്നെ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മരണം സംഭവിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു നീ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ മരിക്കാനായിട്ട്. രാമ, നീ ഇല്ലാതെ ജീവിക്കുക എന്നത് പറയുന്നത് നിരർത്ഥകമാണ്. ഒരു പശുക്കുട്ടി ഇല്ലാതെ തള്ളപ്പശുവിന് ജീവിക്കാൻ കഴിയാത്തതുപോലെ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കൗസല്യാദേവി വരാൻ പോകുന്ന ആ ദുഃഖത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയാണ്. പക്ഷെ രാമന് കർത്തവ്യ നിർവഹണം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ദേവിക്ക് ഒരിക്കലും അതിനെതിരെ പറയാൻ കഴിയില്ല. ദേവിക്ക് നന്നായിട്ട് അറിയാം രാമൻ അച്ഛന് വേണ്ടി എന്തും ചെയ്യാം.
അതുകൊണ്ട് ദേവിക്ക് ദുഃഖം സഹിക്കാൻ പറ്റാതെ ബോധം കെട്ട് വീഴുകയാണ്. ഇതേ സമയത്ത് ലക്ഷ്മണസ്വാമി വേദന കൊണ്ടിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണസ്വാമിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണസ്വാമി ചിന്തിക്കുകയാണ്, രാമൻ എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് രാമൻ എന്തെങ്കിലും ചെയ്തുകൂടാ? ലക്ഷ്മണസ്വാമിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. വളരെ ക്രുദ്ധനായിട്ട് പറഞ്ഞു, ദേവി, കൗസല്യാദേവി, അമ്മ പറഞ്ഞത് ശരിയാണ്. എനിക്കും ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, രാമൻ ഇങ്ങനെ പോകുന്നത്. ഇത്രയും ഉത്തരവാദിത്തത്തിൽ നിന്നും രാമൻ എങ്ങനെയാണ് പിന്മാറാൻ കഴിയുന്നത്? വെറും ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് രാമന് സുബോധം നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. രാജാവിനോ സുബോധം ഇല്ല, രാമനെങ്കിലും ഒരു സുബോധം വേണ്ടേ? അദ്ദേഹത്തിന്റെ കാമം കാരണവും ഭൗതിക ആസ്വാദനം കാരണവും ശരിയും തെറ്റും അദ്ദേഹത്തിന് വേർതിരിച്ച് അറിയാൻ പറ്റുന്നില്ല. ആ പാപിയായ കൈകയുടെ വാക്കുകൾ കേട്ടിട്ട് രാമനെ ഇപ്പോൾ വനവാസത്തിലയക്കുകയാണ്. രാമൻ, ഇത്രയും ശക്തനായിട്ടുള്ള രാമനെ വനവാസത്തിലയക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. രാമന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? രാമന്റെ ഏറ്റവും വലിയ ശത്രുവായ ആ വ്യക്തി പോലും രാമന്റെ ഉള്ളിൽ ഒരു തെറ്റുപോലും കാണാൻ കഴിയില്ല. ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള ആ രാമനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു മകനെ എങ്ങനെയാണ് ഒരു രാജാവിന് പരിത്യജിക്കാൻ കഴിയുന്നത്? സാക്ഷാൽ ദേവതുല്യനാണ് രാമൻ. ഇത്രയും അനുശാസനത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് രാമൻ. സ്വന്തം ശത്രുക്കളോട് പോലും കാരുണ്യം കാണിക്കുന്ന ആളാണ് രാമൻ. അന്നേരം അങ്ങനെയുള്ളൊരു മകനെ എങ്ങനെയാണ് ഒരു അച്ഛന് പരിത്യജിക്കാൻ കഴിയുന്നത്? ലക്ഷ്മണസ്വാമിയുടെ ആ ദേഷ്യത്തോടു കൂടിയുള്ള വാക്കുകൾ ആ മന്ദിരത്തിൽ മുഴകാൻ തുടങ്ങി. എന്നിട്ട് ലക്ഷ്മണസ്വാമി ചിന്തിക്കുകയാണ്, ഇനി അഥവാ രാജാവ് രാമൻ രാജ്യം നൽകാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ബലാത്കാരേണ അത് തട്ടിപ്പറിച്ചെടുക്കാതെ. ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്. ലക്ഷ്മണൻ വിചാരിച്ചു, ഞാൻ വില്ലും അസ്ത്രമായിട്ട് രാമന്റെ കൂട്ടത്തിൽ നിൽക്കും. എതിര് വരുന്ന എല്ലാവരെയും, രാമന്റെ പട്ടാഭിഷേകത്തിന് എതിരെ നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇനി അയോധ്യ നഗരി മൊത്തം എതിരെ നിൽക്കുകയാണെങ്കിൽ അവരോട് എല്ലാവരോടും യുദ്ധം ചെയ്യാം. ലക്ഷ്മണൻ വിചാരിക്കുകയാണ്, ആരൊക്കെയാണോ ഭരതനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ എല്ലാം ഞാൻ കൊന്നിരിക്കുന്നു. എന്നാൽ എന്തായാലും ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്, അല്ലാതെ ഇതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കാൻ കഴിയുന്നത്? അപ്പോഴേക്കും ലക്ഷ്മണന്റെ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ വർദ്ധിച്ച് ആ വില്ലിൽ മുറുകെ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കൈകയുടെ ആ നിർദ്ദേശപ്രകാരം നമ്മുടെ അച്ഛൻ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ബന്ദിയാക്കണം, അല്ലെങ്കിൽ കൊന്നുകളയണം. അന്നേരം ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഗുരുവായാലും ശരി, അച്ഛനായാലും ശരി, ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, സുബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ, ശരിയും തെറ്റും വേർതിരിച്ച് തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിൽ ആളിനെ കൊന്നുകളയണം. എന്ത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം മകനെ, കൈകയുടെ മകനെ സിംഹാസനത്തിൽ ഇരുത്താൻ ദശരഥ മഹാരാജാവ് തീരുമാനിക്കുന്നത്? ഇതിൽ എന്ത് ധർമ്മമാണുള്ളത്? ലക്ഷ്മണസ്വാമിയാണ് വിറച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൗസല്യാദേവി എടുത്ത് പറഞ്ഞു, സമാധാനപ്പെടു അമ്മേ, തീർച്ചയായിട്ടും രാമൻ തന്നെയായിരിക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നത്. എന്നിട്ട് വില്ലിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ദേവി, ഞാൻ എൻ്റെ ഈ വില്ലിനെ തൊട്ട് സത്യം ചെയ്യുന്നു, ഞാൻ എന്നും എൻ്റെ രാമനോട് കൂറുള്ളവനായിരിക്കും. രാമൻ ചൂട് തീയിൽ ചാടുകയാണെങ്കിൽ, അതോ വനവാസത്തിന് പോവുകയാണെങ്കിൽ ഞാനും അത് ചെയ്തിരിക്കും. അതുകൊണ്ട് രാമന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ ശക്തി എന്താണെന്ന് ഇന്ന് ദേവി അവിടുന്നും രാമനും കാണാൻ പോവുകയാണ്. ഞാൻ ആ ക്രൂരനെ നീചനായിട്ടുള്ള എൻ്റെ അച്ഛനെ ഇന്ന് കൊല്ലാൻ പോവുകയാണ്. ലക്ഷ്മണസ്വാമി കത്തിജ്വലിച്ച് നിൽക്കുന്ന അഗ്നിയെ പോലെ അവിടെ നിൽക്കുകയായിരുന്നു.
എന്നിട്ടും രാമൻ ഒരു കുലുക്കമില്ലെന്നാണ്. കൗസല്യാദേവി കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് മോനോട് പറഞ്ഞു, അല്ലേ കൗശല്യാദേവി പറഞ്ഞു, കേട്ടില്ലേ ലക്ഷ്മണൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ധർമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളല്ലേ ലക്ഷ്മണൻ പറഞ്ഞത്. അതുകൊണ്ട് വേണ്ടുന്നത് നീ ചെയ്യൂ രാമ. അതുകൊണ്ട് കൈകയുടെ ആ അധർമ്മ നിർദ്ദേശങ്ങളൊന്നും നീ പാലിക്കേണ്ട ആവശ്യമില്ല. അത് പാലിച്ചുകൊണ്ട് നിന്റെ സ്വന്തം അമ്മയെ ദുഃഖത്തിലാക്കാനാണോ നീ പോകുന്നത്? പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും കൗസല്യാദേവിക്ക് നന്നായിട്ട് അറിയായിരുന്നു രാമ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്. എത്രയൊക്കെ രാമനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും രാമൻ ഒരിക്കലും പ്രകോപിതനാകത്തില്ല എന്ന് കൗസല്യാദേവിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് രാമനോട് പറഞ്ഞു, എൻ്റെ മോനെ, നിന്റെ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത്ര ആത്മാർത്ഥതയോട് കേൾക്കണമെന്ന് നിർബന്ധമില്ല. നിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കണ്ടേ? അമ്മ എന്ന് പറയുന്ന അച്ഛനെക്കാട്ടിയും പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ. അതുകൊണ്ട് നിന്നെ എനിക്ക് പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ അസാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കാനും കഴിയില്ല. നീ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ മരണം വരെ ഞാൻ ഉപവാസിരിക്കും. അതുകൊണ്ട് നിന്റെ അമ്മയെ കൊന്നതിൻ്റെ ആ പാപം നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് കൗസല്യാദേവി കരയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും രാമനെ തടയാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോ ഓൾറെഡി രാമൻ അവിടെ കൈകയുടെ വാക്കുകൾ കേട്ടു, ദശരഥ മഹാരാജന്റെ അവസ്ഥ കേട്ടു. എന്നിട്ട് അമ്മയുടെ ഈ വാക്കുകളും കേട്ടപ്പോൾ രാമൻ ആണെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഈ കരച്ചിൽ രാമൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും രാമൻ മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് വളരെ ശാന്തനായിട്ട് രാമൻ വീണ്ടും പറയുകയാണ്, അമ്മേ, എൻ്റെ അച്ഛൻ്റെ വാക്കുകളെ എനിക്ക് ത്യജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാക്ക് പോലെയാണ്. ഒരു വ്യക്തി ധർമ്മം പാലിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്ക് പാലിക്കണം. എൻ്റെ അച്ഛൻ ഒരിക്കലും ഒരു പാപം ചെയ്യാൻ വേണ്ടിയല്ല എന്നോട് ആജ്ഞാപിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിലൂടെ ഞാൻ എൻ്റെ ധർമ്മമാണ് പാലിക്കുന്നത്. അതെല്ലാവരുടെയും കർത്തവ്യമാണ്. എന്താണോ ശരി അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിലൂടെ ഒരിക്കലും ഒരാൾക്കും പാപം കിട്ടത്തില്ല. എന്നിട്ട് രാമൻ ലക്ഷ്മണനെ നോക്കി, എന്നിട്ട് വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ലക്ഷ്മണ, നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്കറിയാം. നിന്റെ കൈക്കരുത്ത് എന്താണെന്നും എനിക്കറിയാം. പ്രിയ രാജകുമാര, എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്താൽ ധർമ്മം എന്താണെന്നും ന്യായം നീതി ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ധർമ്മം, അച്ഛൻ്റെ വാക്ക് ധർമാനുസൃതമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പാലിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കുമെന്നൊരു വാക്ക് ഞാൻ കൊടുത്തു. അതുകൊണ്ട് എൻ്റെ പ്രതിജ്ഞ എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല. അച്ഛൻ്റെ വാക്ക് പാലിക്കണമെന്ന് കൈകേയി ദേവി എന്നെ ആജ്ഞാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീരശൂര പരാക്രമിയായ എൻ്റെ അനുജ, ധർമ്മത്തെയും ന്യായത്തെയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെയാണ് എനിക്ക് പരിത്യജിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് സ്വന്തം അച്ഛനായ രാജാവിനെ രാജഭരണം അട്ടിമറിക്കുന്നത് അനുയോജ്യമല്ല. ക്രോധത്താൽ അടിമപ്പെട്ട് നിന്റെ ശക്തി പ്രദർശനം ചെയ്യേണ്ട സ്ഥലമല്ല, സാഹചര്യമല്ല ഇപ്പോൾ. അതുകൊണ്ട് എൻ്റെ തീരുമാനത്തെ നീ സ്വീകരിക്കൂ, ആജ്ഞയെ പാലിക്കൂ. രാമൻ അമ്മയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, തലകുനിച്ചു. രാമന് ദശരഥ മഹാരാജാവ് എത്രത്തോളം പ്രിയങ്കരനായിരുന്നോ അതേപോലെ വളരെയധികം പ്രിയപ്പെട്ട ആളാണ് കൗസല്യാദേവി.
കൗശല്യാദേവിയുടെ ആജ്ഞയില്ലാതെ ഒരിക്കലും അയോധ്യ വിടാൻ രാമന് താല്പര്യമില്ല. അതുകൊണ്ട് രാമൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, അമ്മേ എന്നെ പോകാൻ അനുവദിക്കും. രാമൻ സ്വന്തം പ്രാണനെ വെച്ച് പ്രതിജ്ഞ ചെയ്തു, 14 വർഷം കഴിഞ്ഞ് ഞാൻ വന്നിരിക്കും അമ്മേ. അതിനുശേഷം അമ്മയുടെ ഒരു ദാസനെ പോലെ ഞാൻ അയോധ്യയിൽ കഴിയും. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കരുത്. അതുകൊണ്ട് ധർമ്മത്തിനനുസരിച്ച് ധർമാനുസൃതമായിട്ട് അമ്മയുടെ കർത്തവ്യമാണ് അച്ഛൻ്റെ കാര്യം നോക്കുക. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അമ്മയും ധർമ്മം പാലിക്കണം. അതുകൊണ്ട് അമ്മ എതിരെ നിൽക്കരുത്. ഇങ്ങനെ വാക്കുകൾ കേട്ടപ്പോൾ ആർക്കാണ് ഈ വാക്കുകൾക്കെതിരെ സംസാരിക്കാൻ കഴിയുക? ഇവരിത്രയും പറഞ്ഞത് തന്നെ രാമനോടുള്ള സ്നേഹം കൊണ്ടാണ്. അന്നേരം അതേ രാമൻ ഇങ്ങനെ പറയുമ്പോൾ കൗശല്യാദേവിക്കോ ലക്ഷ്മണസ്വാമിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും? കൗശല്യാദേവി ശാന്തേ. പക്ഷെ കൗശല്യാദേവി ചിന്തിക്കാണ്, എൻ്റെ മകൻ എന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയുക? ഒരു അമ്മയുടെ എല്ലാ കർത്തവ്യങ്ങളും ഞാൻ പാലിച്ചില്ലേ? ഞാൻ എപ്പോഴും എൻ്റെ രാമനെ സ്നേഹം കൊണ്ട് മൊടിയില്ലേ? രാമൻ മനസ്സിലാക്കുന്നില്ലേ രാമൻ ഇവിടുന്ന് പോയാൽ ഞാൻ മരിക്കുമെന്ന്? അവസാനമായിട്ട് ഒരു ശ്രമം ദേവി നടത്തുകയാണ്. ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ എന്തായാലും നിനക്ക് അനുമതി നൽകുന്നില്ല പോകാൻ. എന്തായാലും നിന്റെ അച്ഛനോളം പ്രിയം ഞാൻ നിനക്കല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നീ എൻ്റെ വാക്ക് പാലിക്കണമെന്ന് നിർബന്ധമില്ല. നീ നിന്റെ അച്ഛൻ്റെ വാക്ക് പാലിച്ചാൽ മതി. പക്ഷെ ഞാൻ എന്തായാലും നിനക്ക് അനുമതി നൽകത്തില്ല പോകാൻ. കാരണം നീ പോകുന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ അനുവദിക്കത്തില്ലെന്നുണ്ട്. നീ ഇല്ലാതെ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? പിന്നെ ഈ ലോകം കെട്ടിയിട്ട് എന്ത് സ്വർഗം കെട്ടിയിട്ടുണ്ട്? നിന്റെ കൂട്ടത്തിൽ 1 മണിക്കൂർ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ സ്വർഗത്തിലിരിക്കുന്നതിനെക്കാട്ടിയും അമൂല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൗശല്യാദേവി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാമനാണെങ്കിൽ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നു. ഏതോ ഒരു കെണിയിൽ പെട്ടതുപോലെ രാമൻ ചിന്തിക്കുകയായിരുന്നു. രാമൻ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് രാമൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മയും എൻ്റെ ശക്തനായ എൻ്റെ സഹോദരനും ലക്ഷ്മണനും എൻ്റെ മനസ്സിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത്. രാമനല്ലേ ആള് ഇങ്ങോട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും അതിനനുസരിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ. നിങ്ങൾക്ക് ആർക്കും എൻ്റെ മനസ്സ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത്. ഈ ലോകത്ത് സുഖം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, മായയാണ്. മൂഢരായിട്ടുള്ള വ്യക്തികളാണ് ഈ ശരീരത്തെ ആസ്വാദന വിഷയമായിട്ട് കാണുന്നത്. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും എല്ലാം താൽക്കാലികമാണ്, ക്ഷണികമാണ്. യഥാർത്ഥ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ആത്മാവാണ്. അത് ദൈവിക ജീവിതത്തിൽ മാത്രമേ സംതൃപ്തി ലഭിക്കൂ. കൗശല്യാദേവി ലക്ഷ്മണസ്വാമി ശാന്തരായിട്ട് ആധ്യാത്മിക തത്വങ്ങളെ കേട്ടു. ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു, സൗഹൃദവും ബന്ധവും ഇതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് നമ്മൾ യാത്രക്കാരെ പോലെയാണ്, ഇടയ്ക്ക് കണ്ടുമുട്ടും പിന്നെ പിരിയും. അതുകൊണ്ട് താൽക്കാലിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ. ശരീരത്തിനോടുള്ള ആസക്തി മാറ്റി മനസ്സിനെ ആ പരമസത്യത്തിലേക്ക് കേന്ദ്രീകരിക്കണം. ആ ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ് മുതിർന്നവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. രാജാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്, അച്ഛൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അതിലൂടെയാണ് എനിക്ക് നന്മ വരാൻ പോകുന്നത്. രാമൻ പറഞ്ഞു, ഇത്രയൊക്കെ മനസ്സിലാക്കിയ ഞാൻ അമ്മ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതിരിക്കുക? രാജ്യത്തിനോടുള്ള ആസക്തി കൊണ്ടും എൻ്റെ ബന്ധുക്കളോടുള്ള ആസക്തി കൊണ്ടും എങ്ങനെയാണ് ധർമ്മം പരിത്യജിക്കാൻ കഴിയുന്നത്? എന്നിട്ട് രാമൻ ഉറപ്പു നൽകി,
രാമന് ഒരു തരത്തിലുള്ള ദുഃഖവും ഇല്ല വനത്തിൽ പോകുന്നതിലൂടെ. പിന്നെ അച്ഛൻ്റെ ഭാഗം ന്യായീകരിച്ച് പറഞ്ഞു, അച്ഛൻ ഒരിക്കലും അധർമ്മം ചെയ്യുകയല്ല. സ്വന്തം സുഖത്തെയും സന്തോഷത്തെ എല്ലാം മറികടന്ന് സ്വന്തം ദുഃഖത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അദ്ദേഹം അപ്പം ധർമ്മത്തിൽ ഉറച്ചു നിന്നിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് വേദനയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ ഇതേപോലെ വനത്തിൽ അയക്കുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിന്നേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്തെ സുഖം മാത്രമല്ല നോക്കേണ്ടത്, ഈ ഒരു ജീവിതത്തിലും ഈ അടുത്ത ജന്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണം, അച്ഛൻ്റെ സേവനം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വനത്തിൽ പോകാൻ അനുമതി നൽകണം. അധർമ്മത്തിലൂടെ ഞാൻ ഒരിക്കലും ഭരണത്തിലിരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇത്രയും പറഞ്ഞിട്ട് രാമൻ മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് ക്രുദ്ധനായിട്ട് ഇരിക്കുന്ന ലക്ഷ്മണൻ്റെ അടുത്ത് എത്തി. ഇപ്പോഴും അച്ഛനോടും കൈകേഴ്ത്തും ലക്ഷ്മണൻ ഒരുപാട് ദേഷ്യമുണ്ട്. ലക്ഷ്മണസ്വാമിയുടെ കണ്ണൊക്കെ അങ്ങ് വലുതായി, മതം പൊട്ടി ആനയെപ്പോലെ ഇരിക്കുകയാണ് ലക്ഷ്മണൻ. എന്നിട്ട് രാമൻ ലക്ഷ്മണസ്വാമിയെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ ലക്ഷ്മണ, എൻ്റെ ക്രോധത്തെ അടക്കൂ ലക്ഷ്മണ. എന്നോട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള ചിന്തകൾ നീ അകറ്റൂ. നിന്റെ അച്ഛൻ്റെ സേവനം ചെയ്യുന്നതിലൂടെ നീ സന്തോഷം കണ്ടെത്തും. എൻ്റെ പട്ടാഭിഷേകത്തിനു വേണ്ടി തയ്യാറാക്കിയ എല്ലാ വസ്തുക്കളെയും തിരിച്ചയക്കും. എൻ്റെ അമ്മയ്ക്ക് ആശ്വാസം നൽകും. എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. ഇത്രയും പറഞ്ഞ് രാമൻ ലക്ഷ്മണസ്വാമിയുടെ തോളത്ത് ഇങ്ങനെ കൈവച്ചു. രാമന് നന്നായിട്ട് വിഷമമുണ്ട് ലക്ഷ്മണൻ ഇങ്ങനെ വിഷമിക്കുന്നതാണെന്ന്. പക്ഷേ എന്നാലും അച്ഛനെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ രാമന് ഒട്ടും താല്പര്യമില്ല. കാരണം അച്ഛൻ്റെ ആ ഒരു പേര് നിലനിർത്തണം. എത്രത്തോളം കാലം രാമൻ അയോധ്യയിൽ നിൽക്കുന്നോ അത്രത്തോളം നേരം ദശരഥ മഹാരാജാവിന് ദുഃഖമായിരിക്കും. അതുകൊണ്ട് രാമൻ മരവുരിയും ധരിച്ച് മാൻതോലും ധരിച്ച് മുടി ജടയാക്കി പോകുമ്പോൾ മാത്രമേ കൈകേയിക്ക് സന്തോഷമാകും, സമാധാനമാകും, രാജാവിൻ്റെ വാക്ക് സത്യമാകും. ലക്ഷ്മണസ്വാമി തറയിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു. ലക്ഷ്മണസ്വാമിക്ക് വലിയൊരു അനീതി അധർമ്മം നടന്നതായിട്ട് തോന്നുകയായിരുന്നു. ഇതിനെതിരെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ രാമൻ്റെ ആഗ്രഹത്തിനെതിരെ പോകാനും ലക്ഷ്മണന് കഴിയില്ല. ഇതൊക്കെ മനസ്സിലാക്കി രാമൻ ലക്ഷ്മണന്റെ തോളത്ത് വീണ്ടും കൈ വെച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്തോ ഒരു നിയോഗമാണെന്ന് മനസ്സിലാക്കൂ ലക്ഷ്മണൻ. അതിനെ നമുക്ക് ഒരിക്കലും അകറ്റാൻ കഴിയില്ല. അതുകൊണ്ട് കൈകേയിയെ വെറുതെ കുറ്റക്കാരിയാക്കണ്ട. ഇത് വിധിയുടെ തീരുമാനമാണ്. കൈകേയി ഒരു നിമിത്തമായതേ ഉള്ളൂ. അല്ലെങ്കിൽ കൈകേയി എന്ത് കാരണത്താലും ആയിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, അല്ലേ? കൈകേയി എപ്പോഴും എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു അതേപോലെയല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിധിയുടെ തീരുമാനം തന്നെയാണ് കൈകേയിയുടെ മനസ്സ് ഇങ്ങനെ മാറാൻ. അതുകൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള വാക്കുകൾ എൻ്റെ അച്ഛനെതിരെ പറഞ്ഞത്. എനിക്കറിയാം കൈകേയി എന്നോട് എപ്പോഴും സ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു നീച ക്രൂര സ്ത്രീയല്ല കൈകേയി. എന്നെയോ എൻ്റെ അച്ഛനെയോ ഒരിക്കലും ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല കൈകേയി. അന്നേരം ഭഗവാൻ ഇത് പറച്ചിൽ മാത്രമല്ലായിരുന്നു. യഥാർത്ഥത്തിൽ രാമൻ്റെ ഉള്ളിൽ കൈകേയിക്കെതിരെ ഒരു ശത്രുതയില്ല. ഇത് നമുക്ക് എല്ലാവർക്കും വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും പല പല ദുഃഖങ്ങൾ വരും. അന്നേരം ആ ദുഃഖത്തിന് കാരണക്കാരായിട്ട് നമ്മൾ ആരെയും കാണരുത്. അതിൻ്റെ അർത്ഥം എല്ലാ അനീതിയും അധർമ്മവും സഹിക്കുക എന്നതല്ല. തെറ്റിനെതിരെ നമുക്ക് പ്രതികരിക്കാം, നിയമാനുസൃതമായിട്ട് ധർമാനുസൃതമായിട്ട്.
എന്തോ നമ്മൾ കേൾക്കാറില്ലേ, പാപത്തെ വെറുക്കുക പാപിയെ വെറുക്കരുതെന്ന് പറയത്തില്ലേ. അതേപോലെ നമ്മുടെ ജീവിതത്തിലും പല പല ദുഃഖങ്ങൾ വരുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ഉപായം കണ്ടെത്തുക. പക്ഷെ ആ വ്യക്തി എന്നേക്കുമായിട്ട് വെറുക്കരുത്, ശത്രുവായിട്ട് നമ്മൾ കാണരുത്. മനസ്സിലായില്ലേ? ആ വ്യക്തിയോട് നമുക്ക് പറയാം, നിങ്ങളിത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാം. പക്ഷേ സർവോപരി ഇതെല്ലാം ദൈവനിയോഗമാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവനിയോഗമാണ്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണോ ഭഗവാൻ മനഃപൂർവ്വം നമ്മളെ ദുഃഖത്തിലാക്കുകയാണ്? അല്ല. നമ്മൾ തന്നെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് പല വ്യക്തികളിലൂടെയും പല സാഹചര്യത്തിലൂടെയും നമ്മുടെ ജീവിതാനുഭവങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. പക്ഷേ ആ ഒരു വ്യക്തിയോ സാഹചര്യത്തെയോ കുറ്റം പറയാതെ നമ്മൾ അതിനുള്ള പരിഹാരം കാണുക. ആ വ്യക്തിയെ വെറുക്കാതിരിക്കുക, സാഹചര്യത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം ഭഗവാന്റെ നിയോഗമാണ് എന്ന്. അപ്പോൾ എന്തു പറ്റും? സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ശക്തി ഉള്ളിൽ വരും. അത് ഭഗവാനിൽ നിന്ന് നമ്മൾ പഠിക്കാം, അല്ലേ? അപ്പോൾ മുന്നോട്ടും ഭഗവാൻ പറയുന്നുണ്ട്, കൈകേയി ദേവി എന്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷേ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അതാണ് മെയിൻ പോയിന്റ്. കൈകേയി ദേവി, ഇത് വിധിയാണ്, ശരി, ദൈവനിയോഗമാണ്, ഓക്കെ. പക്ഷെ കൈകേയിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരു നിമിത്തമായില്ലേ മറ്റുള്ളവരെ ദുഃഖിക്കാൻ. എന്നിട്ട് ആ ഒരു പാപം കൈകേയി ദേവിയും കിട്ടും. പക്ഷേ കൈകേയി കാരണം ഇങ്ങനെ സംഭവിച്ചു, കൈകേയി കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിന് കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു. അത് പരീക്ഷയെ തോറ്റു കഴിഞ്ഞാൽ കുട്ടികൾ ടീച്ചറിനെ കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ഇവർ കാരണമാണ്, അവർ കാരണമാണ്, സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടോ കുറ്റം പറയുന്നു. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അവർ ചെയ്ത തെറ്റ്. പക്ഷെ അത് തന്നെ പറഞ്ഞുകൊണ്ട് അത് തന്നെ ചിന്തിച്ച് ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. നമ്മുടെ സമയം പാഴാക്കി കളയുന്നു. അവരെ നമ്മൾ കുറ്റക്കാരായി കണ്ടുകൊണ്ട് അവർക്കെതിരെ ശത്രുത പുലർത്തിക്കൊണ്ട് അവർക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സമയം കളയുമ്പോൾ നമ്മുടെ സമയം കളയുകയാണ്, നമ്മുടെ സമയം പോവുകയാണ്. അവരുടെ കാര്യം സോൾവ് ചെയ്യുമ്പോൾ അടുത്തത് വേറെ എന്തെങ്കിലും വരും. അത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്തത് വേറെ എന്തെങ്കിലും വരും. അതായത് ഇവരൊന്നും അല്ല യഥാർത്ഥ ശത്രുക്കൾ. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ശത്രു, നമ്മുടെ യഥാർത്ഥ ശത്രു. അതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് കേട്ടോ. ഓൾവേസ് സീ ദ പോസിറ്റീവ് സൈഡ് നമ്മൾ കേൾക്കുന്നത്. എപ്പോഴും ആ ഒരു ഭാഗം നമ്മൾ കേൾക്കും കേട്ടോ. നമുക്കൊരു കീർത്തനം കേൾക്കാം. ഏത് കീർത്തനം കേൾക്കാം? ഇതുവരെ കേട്ടതിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ഉണ്ടോ? എനിക്ക് പറയുക. പരസ്യം കാരണേ പാട്ട് ഒരുപാട് മുന്നോട്ട് പോയില്ല. എന്താണ്?
നെറ്റ് സ്ലോ ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് മംഗളം പാടി ഇന്ന് അവസാനിപ്പിക്കാം. എന്നിട്ട് നാളെ നമുക്ക് തുടരാം. മംഗളം. ഓക്കെ. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാത്തയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം വിശ്വാമിത്രാന്തരാംഗായ മിഥിലാനഗരീപദേ ഭാഗ്യാനാം പരിപാകായ ഭവ്യരൂപായ മംഗളം പിതൃഭക്തായ സതതം ഭ്രാതൃവീ സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം തിക്താസകേതവാസായ ചിത്രകൂടവിഹാരിണേ സേവ്യായ സർവയമിനാം ധീരോദ്ധായ മംഗളം സൗമിത്രീണ ച ജാനക്യാ ചാപബാണാസിധാരിണേ സംസേവ്യായ സദാ ഭക്ത്യാ സ്വാമിനേ മമ മംഗളം ദണ്ഡകാരണ്യവാസായ ഖരദൂഷണശത്രവേ ഗൃധ്രരാജായ ഭക്തായ മുക്തിദായാസ്തു മംഗളം സാദരം ശബരീദത്തഫലമൂലാഭിലാഷിണേ സൗലഭ്യപരിപൂർണായ സത്വോദ്രിക്തായ മംഗളം ഹനുമത്സമവേതായ ഹരീശാഭീഷ്ടദായിനെ ബാലിപ്രമദനായാസ്തു മഹാധീരായ മംഗളം ശ്രീമതേ രഘുവീരായ സീതൂലംഘിത സിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം വിഭീഷണകൃതേ പ്രീത്യാ ലങ്കാഭീഷ്ടപ്രദായിനെ സർവലോകശരണ്യായ രാഘവായ മംഗളം ആസാദ്യനഗരീം ദിവ്യാമഭിഷിക്തായ സീതയാ രാജാതിരാജായ രാമഭദ്രായ മംഗളം ബ്രഹ്മാദിദേവസേവ്യായ ബ്രഹ്മണ്യായ മഹാത്മനെ ജാനകീ പ്രാണനാഥായ രഘുനാഥായ മംഗളം ശ്രീ സൗമ്യജാമാമൃതേ മുനെ കൃപയാസ്മാനുപേയുഷേ മഹതേ മമദാധായ രഘുനാഥായ മംഗളം മംഗളാശാസനപരേർമദാചാര്യ പുരോഗമേ സർവേശ്ച പൂർവൈരാചാര്യ സത്കൃതായാസ്തു മംഗളം രമ്യജാമാമൃതമുനിനാ മംഗളാശാസനം കൃതം ത്രൈലോക്യാധിപതി ശ്രീമാൻ കരോതു മംഗളം സദാ. ഹരേ കൃഷ്ണ, ജയ ശ്രീറാം. ഇനി നമുക്ക് നാളെ രാവിലെ രാമനെ കണ്ട് കത്താരമുറ്റത്തെ പൂക്കൾ അടർന്ന് മാനത്തെ മാറി വിലങ്ങോ മറന്ന് കണ്ണെണ്ണം പാടുന്ന കാറ്റും കരഞ്ഞ് കാറ്റിൽ മറയുന്ന രാമനെ കണ്ട് കൺകുളിരല്ലേ വാത്സല്യമല്ലേ എന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് ശാപിച്ചിടല്ലേ ശ്രീരാമ കൺകുളിരല്ലേ വാത്സല്യമല്ലേ എന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് ശാപിച്ചിടല്ലേ ശ്രീരാമ പാതുകങ്ങൾ പൂജിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും പാതുകങ്ങൾ പൂജിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും കൺകുളിരല്ലേ വാത്സല്യമല്ലേ എന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് ശപിച്ചിടല്ലേ ശ്രീരാമ ദശരഥ രാജൻ മരിച്ച് 6 നാളങ്ങ് കഴിഞ്ഞു നീ വന്ന് ശ്രീഭരതനൊന്നു ചിന്തിച്ച് അമ്മയോടായി പറഞ്ഞങ്ങ് നൊന്ന് ജ്യേഷ്ഠനെ കാണുക വേണം ശുഭദിനത്തിൽ ജ്യേഷ്ഠനെ കണ്ടുവന്നിക്കണം സങ്കടം ചൊല്ലിടണം പാതുകങ്ങൾ പൂജിച്ചു വാടുന്ന ശ്രീഭരത സംഗമേശ
കൺകുളിരല്ലേ വാത്സല്യമല്ലേ എന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുന്നേ ശപിച്ചിടല്ലേ ശ്രീരാമ ഗുരുവം വസിക്കുന്നു കൗസല്യമ്മ സുമിത്രയും ചേർന്ന് പൗരാവിൽ കണ്ണിൽ നടന്ന് മുന്നിൽ ഭരത ശത്രുഘ്നനും ചേർന്ന് ആശ്രമം മുറ്റത്ത് ചെന്നങ്ങ് കണ്ടുകൊണ്ട് രാമൻ ഓടിയെടുത്തു അശ്രു പൊഴിച്ചുകൊണ്ട് മാറുകങ്ങൾ കുതിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും ആശ്ലേഷിച്ചു മുത്തം കൊടുത്തങ്ങ് തൽക്ഷണത്തിൽ രാജനം നമ്മളിൽ കാതന് സൗഖ്യമാണോ കുമാര മാറുകങ്ങൾ കുതിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും കൺകുളിരല്ലേ വാത്സല്യമല്ലേ പിന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുന്നേ ശപിച്ചിടല്ലേ ശ്രീരാമ ഭരതൻ പറയുന്ന കേട്ട് തുമ്പുവിരച്ചങ്ങ് ചൊല്ലുന്ന കേട്ട് ആകാംക്ഷയേറെയായുണ്ട് രാമനിൽ ശങ്ക വളരുന്നു കേൾക്ക് കേൾക്കണം ചേട്ടനെ നമ്മളിൽ താതനെന്നോ നമ്മളെ വേർവിട്ട് അച്ഛനും സ്വർഗത്തിൽ പോയതെന്നോ മാറുകങ്ങൾ കുതിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും മരണം അച്ഛനെ കൊണ്ടങ്ങ് പോയിടുമ്പോ രാമ രാമ എൻ പുത്ര എന്ന് വിളിച്ച് കരഞ്ഞുവല്ലോ മാറുകങ്ങൾ കുതിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും കൺകുളിരല്ലേ വാത്സല്യമല്ലേ പിന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുന്നേ ശപിച്ചിടല്ലേ ശ്രീരാമ രാമൻ കരഞ്ഞു മറിഞ്ഞങ്ങു ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് നിർത്താം. താതനെ പുണ്യത്തിൽ കാണാൻ എന്നിലായി ഭാഗ്യവും വന്നില്ല എന്നോ രാമ രാമ എന്ന് വിളിച്ചെന്റെ ചാരയെത്താ ജീവനോടെ ഭൂമിയിലില്ലല്ലോ പൊന്നെ ചതിച്ചുവല്ലോ മാറുകങ്ങൾ കുതിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും എന്തിനങ്ങ് രാമനെ കുഞ്ചിച്ചു കൂടെ നിന്നു എന്തിനെന്നെ കാട്ടില്ല എത്തങ്ങ് ശൂന്യതയിൽ മറഞ്ഞു മാറുകങ്ങൾ കുതിച്ചു വാഴുന്ന ശ്രീഭരത സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരെയും കൺകുളിരല്ലേ വാത്സല്യമല്ലേ പിന്നിൽ വരില്ല ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുന്നേ ശപിച്ചിടല്ലേ ശ്രീരാമ രാഘവന്റെ കണ്ണീരു കണ്ട് വസിഷ്ഠനും സാന്ത്വനം ചൊല്ലുന്നതുണ്ട് അയ്യയ്യ എന്നിങ്ങനെ രാമ അറിവില്ല കാര്യങ്ങൾ നിന്നിലായുണ്ടോ ഭൂമിയിൽ മറ്റൻ ജനിച്ചാൽ മരണമാ വിധിയെ തടുക്കുവാൻ ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം. ഇനി നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് കാണാം. ഇത് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീറാം.